അതായത് ആൽക്കഹോൾ, ബിയർ, വൈൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ ഒരു വെറൈറ്റി സാധനമാണ്. ഇങ്ങനെ വെളുക്കുക അല്ലെങ്കിൽ ഫെയർനെസ് ആണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഉറക്കമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഷെൽഫിൽ വൈൻസ് ഉണ്ടോ, അപ്പൊ വൈൻസ് വാങ്ങണം. ചാർജേഴ്സ് മറന്നു പോയിട്ടാണ്. ലേഡീസ് ആരും ഇത് മിസ് ചെയ്യണ്ട. ലിപ് പ്ലം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ തമ്മിലിൽ കണ്ട പോലെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഇവിടെയുള്ള ഒരു 7-Eleven ഷോപ്പിലേക്കാണ്. കാരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഇവിടെ തായ്ലൻഡിലുള്ള 7-Eleven ഷോപ്സ് ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സും ഒരുപാട് ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരു 7-Eleven ഷോപ്പിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളൊരു കംപ്ലീറ്റ് ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇത് ഈ കാണുന്നത് സുഖുംവിറ്റ് 24 ലെയിൻ ആണ് കേട്ടോ. ഈ ഒരു റോഡിൽ തന്നെ ലൈക്ക് 2 7-Eleven ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഏറ്റവും അടുത്തുള്ള 7-Eleven ഷോപ്പിലേക്കാണ്. അതായത് ഒരു 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നുണ്ട്, ഇതാണ് ദ മോസ്റ്റ് ഫേമസ് 7-Elevenന്റെ ബാനർ. അതായത് ഒരു ഓറഞ്ച്, ഗ്രീൻ ആൻഡ് റെഡ് ലൈൻസ് പോലെ ആണ് അവരുടെ ഒരു എന്താ പറയുക ലേബിൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി കടയ്ക്കകത്തേക്ക് കയറാം, എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ ഡ്രിങ്ക്സിന്റെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം മിനറൽ വാട്ടറിന്റെ പ്രൈസ് ഒന്ന് കാണിച്ചു തരാം. കാരണം നിങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ലേ അത്. എന്തായാലും വെള്ളം വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ വെള്ളത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 7 Thai baht, അതായത് ഒരു അറൌണ്ട് 20 to 25 ഇന്ത്യൻ റുപ്പീസ് അത്രയേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇതിലും ചീപ്പായിട്ടൊന്നും എന്തായാലും വെള്ളം വേറെ എവിടെയും കിട്ടത്തില്ല. സോ യു ക്യാൻ ബൈ ഫ്രം ഹിയർ. പിന്നെ ഇതിനോട് ചേർന്ന് ഇരിക്കുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ്. അത് കൊക്കക്കോള, പെപ്സി, ഫാൻഡ, സ്പ്രൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിപ്റ്റന്റെ ഐസ് ടീ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഷ്വേപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അത് നമ്മുടെ നാട്ടിലില്ലാത്തതാണ്. അതിനകത്ത് ഈ യെല്ലോ കളർ തീം എന്ന് പറഞ്ഞാൽ പക്ക സോഡ വാട്ടർ, അതായത് ഈ ആൽക്കഹോളിലൂടെയൊക്കെ മിക്സ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഗ്രീൻ കളർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ സോഡ വാട്ടർ വിത്ത് ലൈം ഫ്ലേവർ ആണ്. ഇതാണ് സാധനം. ആൻഡ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഉപ്പിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സോഡ നാരങ്ങ കുടിക്കുന്ന സെയിം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിൽ ഇരിക്കുന്നത് ഈ കോൾഡ് കോഫി ഐറ്റംസും പിന്നെ അതേപോലെ താഴെ ഇരിക്കുന്നത് എനർജി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ ഈ മുകളിലിരിക്കുന്ന ഇതെല്ലാം പല ബ്രാൻഡിന്റെ കോഫി, അതായത് കോൾഡ് കോഫിയാണ്. ആൻഡ് ഇതെല്ലാം ലൈറ്റ്ലി സ്വീറ്റൻഡും ആണ് കേട്ടോ മിക്കതും. അതായത് തീരെ ഷുഗർ ഇല്ലാത്തതല്ല. അപ്പൊ നിങ്ങളൊരു കോൾഡ് കോഫി ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. അടുത്തത് നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ്സിലൊന്നും കിട്ടാത്ത സാധനമാണ്. അതായത് ആൽക്കഹോൾ, ബിയർ, വൈൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ 7-Eleven ഷോപ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു റെഫ്രിജറേറ്ററിൽ അവർ പല ബ്രാൻഡിലുള്ള ബിയർ ആണ് വെച്ചേക്കുന്നത്. ഈ സിംഗിൾ പീസ് ഹെൻകിന്റെ ബിയറിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 65 Thai baht ആണ് കേട്ടോ. അത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ടും വാങ്ങിക്കാം, അതല്ല ബൾക്കായിട്ട് 4 പീസസോ 6 പീസസോ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ. പിന്നെ എല്ലാ 7-Eleven ഷോപ്സിലും ഈ ഡ്രിങ്ക് സെക്ഷനോട് ചേർന്ന് ഇങ്ങനത്തെ ഒരു കൗണ്ടർ കാണും. അവിടെ ഇങ്ങനെ ഐസ് വെൻഡിങ് മെഷീൻസ് കാണും. പിന്നെ പല സൈസിലുള്ള കപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഏത് സൈസിലുള്ള കപ്പാണ് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഐസ് മാത്രം ഈ മെഷീനിൽ നിന്ന് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ മോൾട്ട് ബേസ്ഡ് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അതായത് ഈ ഓൾ ടൈം പോലത്തെ കാര്യമാണ്. പിന്നെ അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും ഡ്രിങ്ക് എടുക്കുവാണ്, അത് ഐസ് ഇട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഐസ് മാത്രമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അടുത്ത ഇനി ചിപ്സിന്റെ സെക്ഷൻ ആണ്. ഇവിടെ ഈ കാണുന്ന മെജോറിറ്റി ചിപ്സും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തതാണ്. കുറച്ച് 1-2 കോമൺ ആയിട്ട് കാണത്തുള്ളൂ. ഈവൻ ലേസ് ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത കുറെ ഫ്ലേവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതേ നോക്കിക്കേ, എക്സ്ട്രാ ബാർബിക്യൂ, പിന്നെ അതേ എന്തോ ക്രാബിന്റെ എന്തോ ഒരു ഫ്ലേവർ ആണ് അത്. പിന്നെ അതേപോലെ സീവീഡ് ഇല്ലേ, മറ്റേ ഈ ജാപ്പനീസ് ഫുഡിലൊക്കെ ഒരു ഗ്രീൻ കളർ സാധനം, ആ സീവീഡിന്റെ ഫ്ലേവറിലുള്ള ലേസ് ഉണ്ട്. പിന്നെ സ്ക്വിഡ്, അതായത് നമ്മുടെ കൂന്തലിന്റെ ഫ്ലേവറിലുള്ള ലേസ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള ലേസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ചിപ്സിന്റെ സെക്ഷൻ. ഇനി ഇതല്ലാതെ വേറെയും കുറെ വെറൈറ്റി സ്നാക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകാം. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഈ മറ്റേ എന്താ പറയാ ആൽമണ്ട്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. ആൽമണ്ട്സ്, പിസ്താഷ്യോ, കാഷ്നട്ട് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേങ്കിലും ആ ആൽമണ്ട്സിന് തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടോ, വോൾക്കാനോ ഫ്ലേവർ എന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്ലേവർ. പിന്നെ ശ്രീരാച്ച, അതും സ്പൈസി ആയിട്ടുള്ള ഫ്ലേവർ ആണ്. പിന്നെ കൊറിയൻ ബാർബിക്യൂ ഫ്ലേവർ, അങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള ആൽമണ്ട്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ കാഷ്നട്ട്, പിസ്ത, അങ്ങനത്തെ എല്ലാ നട്ട്സും ഇതേപോലെ പല ഫ്ലേവേഴ്സിലും ചുമ്മാ സോൾട്ട് റോസ്റ്റഡ് ആയിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഈ കാണുന്ന നട്ട്സിന്റെ ഈ സൈസിലുള്ള പാക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 to 35 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ തോന്നുമ്പോൾ വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ ഇത് കണ്ടോ, ഒരു വെറൈറ്റി സാധനമാണ്. എന്തോ ഫിഷ് ബേസ്ഡ് ഒരു സ്നാക്ക് ആണ് കേട്ടോ. അത് ഫിഷ് ഈറ്റ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഞാനിത് പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല, സോ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതിനോട് ചേർന്ന് അടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെയാണ്. പിന്നെ സീവീഡ്, അതായത് ഈ സുഷിയുടെ പുറത്ത് കോട്ടിംഗ് ആയിട്ടുള്ള ഒരു വല പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇരിപ്പുണ്ട്.
ഈ 7-Eleven ഷോപ്സിലുള്ള ഇങ്ങനത്തെ വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഉടനെ എൻ്റെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തില്ലെങ്കിൽ എനേബിൾ ചെയ്തോ, കാരണം വെറൈറ്റി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സ്ക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ സ്നാക്ക്, അതായത് നമ്മുടെ ഈ നാട്ടിലെ കൂന്തലില്ലേ, കൂന്തൽ കൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒരു സ്നാക്കാണ്. കണ്ടിട്ട് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല, എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ക്യാൻഡീസിന്റെ ഒക്കെ സെക്ഷനാണ് അവിടെ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ഫ്ലേവേഴ്സിലുള്ള ജെല്ലീസ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ചുവി ക്യാൻഡീസ് ഒക്കെ. ഇതാണെങ്കിൽ നമ്മുടെ ഈ പ്ലം ഇല്ലേ, ഫ്രൂട്ട്, ആ പ്ലം കൊണ്ടുള്ള ക്യാൻഡിയാണ്. പിന്നെ അതേപോലെ പുളി കൊണ്ടുള്ള ക്യാൻഡി ഉണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ മറ്റേ ഇംബ്ലി മിഠായിയൊക്കെ ഇല്ലേ, അതേപോലത്തെ ഇവിടുത്തെ ഒരു ക്യാൻഡി ആയിട്ടാണത്. പിന്നെ ഇതെല്ലാം ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്, അതായത് ഡ്രൈഡ് മാംഗോ, ഡ്രൈഡ് സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ആപ്രിക്കോട്ട്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാക്കറ്റിന് 20 to 25 Thai baht ആ ഒരു റേഞ്ചിലൊക്കെയാണ്. പിന്നെ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിന് 30 ആണ് കാണിക്കുന്നത്. പിന്നെ ഇത് താഴെ ഇരിക്കുന്നുണ്ടോ, ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മാംഗോ ഇല്ലേ, പച്ചമാങ്ങ ഉണക്കിയതാണ്. പിന്നെ അതേപോലെ അടുത്ത സാധനം ഇതെന്തോ മാംഗോ ലൈം ഷീറ്റ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ, ഷോർട്ട് വീഡിയോയിൽ ഇതെല്ലാം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡ്രിങ്ക് സെക്ഷനും സ്നാക്ക് സെക്ഷനും കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ അടുത്തത് റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ്. അതായത് ഈ തായ്ലൻഡിലുള്ള എല്ലാ 7-Eleven ഷോപ്സിലും ഒരുപാട് റെഡി ടു ഈറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇതെല്ലാം ഇങ്ങനെ റെഫ്രിജറേറ്ററിലായിരിക്കും വെച്ചേക്കുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ നിന്ന് തന്നെ അത് അവർ ഹീറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കഴിക്കാനും പറ്റും. കണ്ടോ, ഗ്രിൽഡ് ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ചിക്കൻ ഫ്ലേവർ, പോർക്ക്, ഹാം, അതല്ലാതെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിതെല്ലാം എടുത്ത് പറയുന്നില്ല, കുറച്ച് വെറൈറ്റി പ്രൊഡക്ട്സ് മാത്രം കാണിക്കാം. ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് ക്രാബാണ്. അതായത് നമ്മുടെ ഞണ്ടിന്റെ കാലില്ലേ, കാലിലെ മീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടുത്ത ഇനി സാൻഡ്വിച്ചസിന്റെ സെക്ഷനാണ്. അതായത് പല മീറ്റിലുള്ള സാൻഡ്വിച്ചസ് ഉണ്ട്. കണ്ടോ, ഹാം ആൻഡ് ചീസ്, ട്യൂണ സാൽമൺ, സോസേജിന്റെ സാൻഡ്വിച്ച്, പിന്നെ ചിക്കൻ സാൻഡ്വിച്ചസ് ഉണ്ട്. അപ്പോൾ ഈവൻ ചീസ് മാത്രമുള്ള ചീസ് ടോസ്റ്റഡ് സാൻഡ്വിച്ചസും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് എഗ് സാൻഡ്വിച്ച് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ്ഗും മയണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഫില്ലിംഗ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അപ്പോൾ എഗ് ലവേഴ്സിനൊക്കെ അത് ട്രൈ ചെയ്യാം. പിന്നെ താഴെ ഇരിക്കുന്ന എല്ലാം ബർഗേഴ്സ് ആണ്. അതായത് പല ചിക്കൻ ബർഗർ ഉണ്ട്, ബീഫ് ബർഗർ ഉണ്ട്, പോർക്കിന്റെ ബർഗർ ഉണ്ട്. ആൻഡ് ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 100 ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ചുമ്മാ ഒരു നേരം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നെയാണ് ഈ കണ്ടതെല്ലാം. പിന്നെ ഇവിടെ ജ്യൂസസ് ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഫ്രഷ് ജ്യൂസ് ഇവിടെ നിന്ന് കുടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ചീപ്പായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ആൻഡ് അത് മസ്റ്റ് ട്രൈയോ ആണ്. പിന്നെ ഇത് കണ്ടോ, ഡെസേർട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, അത് മാക്രൺസ് ഒക്കെ ഇരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രൈസ് അറൌണ്ട് 30-40 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത് പല ഡെസേർട്സ് ഉണ്ട്, ചീസ് കേക്ക്സ് ഉണ്ട്, കണ്ടോ. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ ഡ്രീം കേക്ക് പോലെയൊക്കെ ഉണ്ട്. അതിന്റെ പ്രൈസ് 39. അതായത് കേക്കും ക്രീമും എല്ലാം കൂടെയൊക്കെ ലെയേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവം. അതിന്റെ പ്രൈസ് 39 Thai baht ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിനോട് ചേർന്ന് ഇനി അടുത്ത വരുന്നത് മിൽക്ക് സെക്ഷൻ ആണ്. അതായത് പാല്, പ്ലെയിൻ ആയിട്ടുള്ള മിൽക്കും പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്കും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ മേജി എന്നൊക്കെ പറയുന്ന നല്ല മിൽക്ക് ബ്രാൻഡ് തന്നെയാണ്. ഞങ്ങൾ ചായ ഇടാനൊക്കെ ഈ ബ്രാൻഡാണ് വാങ്ങിക്കാറുള്ളത്. നല്ല തന്നെയാണ്. അപ്പോൾ ഇതിന്റെ തന്നെ ഫ്ലേവേർഡ്, ചോക്ലേറ്റ് ഫ്ലേവേർഡ്, കോഫി ഫ്ലേവേർഡ്, സ്ട്രോബെറി ഫ്ലേവർ, ബനാന ഫ്ലേവേർഡിലായിട്ടുള്ള മിൽക്സ് ഇങ്ങനെ ചെറിയ ബോട്ടിൽസിനൊക്കെ ജസ്റ്റ് 11 or 12 Thai baht ഒക്കെ ഉള്ളൂ കേട്ടോ. ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കുടിക്കാനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 7-Eleven ഷോപ്സ് നിന്ന് വാങ്ങിക്കാം. അത് നല്ല ചീപ്പാണ്. പിന്നെ അതേപോലെ അതിന്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്സ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട, ജസ്റ്റ് യോഗേർട്സ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം. ഗ്രീക്ക് യോഗേർട്ട് വിത്ത് മ്യൂസ്ലി. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 22 Thai baht ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷനിൽ സപ്ലിമെന്റ്സ് ഒക്കെയാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് കൊളാജൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഗ്ലൂട്ടസൈൻ സപ്ലിമെന്റ്സ് ഒക്കെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ 7-Eleven ഷോപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അതിന്റെ പ്രൈസ് കണ്ടോ, 25 Thai baht ഒക്കെ ഉള്ളൂ. ഇതെല്ലാം ഗ്ലൂട്ടസൈൻ സപ്ലിമെന്റ്സ് ആണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്. അവർക്ക് ഇങ്ങനെ വെളുക്കുക അല്ലെങ്കിൽ ഫെയർനെസ് ആണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ അവരിങ്ങനത്തെ കൊളാജൻ സപ്ലിമെന്റ്സ് ഒക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം. അതേപോലെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ, ഈ നൈറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഉറക്കമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരാനായിട്ട് ഉപയോഗിക്കാം. അതായത് ഇത് ഉറക്കം വരാനായിട്ടുള്ള സപ്ലിമെന്റ് ആണ്. അപ്പോൾ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊരു കറക്റ്റായിട്ട് സ്ലീപ്പ് കിട്ടും അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതും ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അടുത്തത് ഈ മുകളിലിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആണ്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും.
പിന്നെ അതേപോലെ ഈ സാധനം എന്താണെന്നറിയോ, ഇത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതായത് അജിനോമോട്ടോ അല്ലെങ്കിൽ MSG ആണ്. ഇവിടുത്തെ ആൾക്കാർ ഇത് ഫുഡിലൊക്കെ യൂസ് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഞാനിത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം ഒരു പിഞ്ച് ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടോ, ഇതെല്ലാം ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അതായത് ഡൂറിയൻ ഇല്ലേ, ഡൂറിയൻ്റെ ഡ്രൈഡ് ചിപ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് പോകുമ്പം സൊവനിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. ആൻഡ് ഡൂറിയൻ്റെ ചിപ്സിന് അത്യാവശ്യം പ്രൈസും ഉണ്ട്, അതായത് 250 to 350 ആ ഒരു റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അത് ഇത് കണ്ടോ, ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ ഇല്ലേ, ഫ്രൂട്ട്, അത് ഡ്രൈഡ് ആയിട്ടുള്ള മാംഗോസ്റ്റിൻ ആണ്. അത് ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടോ. അതേപോലെ സ്ട്രോബെറിയും ഇരിപ്പുണ്ട്. ഇതെല്ലാം ഫ്രീസ്ഡ് ആൻഡ് ഡ്രൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഫ്രഷ്ലി ബേക്ക്ഡ് സെക്ഷൻ ആണ്. അതായത് നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട്, അതായത് ഫ്രോസൺ അല്ലാത്ത സാധനങ്ങളാണ്. അതേപോലെ കേക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം പല പല പ്രൊഡക്ട്സ് ആണ്. ഡോണറ്റ് കേക്ക് കണ്ടോ, ചിക്കൻ ബൊളോഗനീസ്, പോക്കറ്റ് പിസ്സ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അതായത് നിങ്ങൾക്ക് ഒരു നേരം വന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ച് വിശപ്പടക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഒരു 10 to 20 Thai baht ആ ഒരു റേഞ്ചിലേ ഉള്ളൂ കേട്ടോ. വളരെ ചീപ്പാണ്. പിന്നെ അത് ഇങ്ങനെ കപ്പ് കേക്ക്സ് ഒക്കെ കിട്ടും കേട്ടോ. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഈ കപ്പ് കേക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് ബനാന കപ്പ് കേക്ക് ആണ്. ഇത് നല്ല തന്നെയാണ്. സോ യു കെൻ ജസ്റ്റ് ട്രൈ ഇറ്റ്. പക്ഷേ ഇതിനൊക്കെ എക്സ്പയറി ഉണ്ട്. ഐ തിങ്ക് 2 or 3 days ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്ത പിന്നെ ഒരു റെഡി ടു ഈറ്റ് സെക്ഷൻ ആണ്. ആൻഡ് ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അതായത് ചിക്കൻ ടിക്ക മസാല വിത്ത് റൈസ്. അതായത് നിങ്ങൾക്ക് ഇനി ബർഗറും ബണ്ണും ഒന്നും വേണ്ട, നിങ്ങൾക്ക് റൈസ് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനും ഉണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ടിക്ക മസാല നല്ല ഫ്ലേവർഫുൾ ആണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇനി ചോറും കറിയും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ 7-Eleven കിട്ടും കേട്ടോ. ആൻഡ് ഈ കാണുന്ന എല്ലാം വേറെ വെറൈറ്റി ഓപ്ഷൻസ് ആണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ അത് ജാപ്പനീസ് ഒനിഗ്രി ഇല്ലേ, അതായത് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ചോറ് ഉരുട്ടി വെച്ചിട്ട് അകത്ത് മീറ്റിന്റെ ഫില്ലിംഗ് ഉള്ള ഒരു സാധനം, അതും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈറ്റ് ഓപ്ഷൻസ് ഉണ്ട് 7-Eleven. പിന്നെ അതേ കണ്ടോ, കോണൊക്കെ ഇരിപ്പുണ്ട്. സാലഡ്, സീസർ സാലഡ് ഒക്കെ കണ്ടോ, 59 Thai baht നിങ്ങൾക്ക് ചിക്കൻ സീസർ സാലഡ് വരെ 7-Eleven ഷോപ്സിൽ കിട്ടും. അടുത്തത് ഈ ഒരു ഷെൽഫിൽ വൈൻസ് കണ്ടോ. അപ്പൊ വൈൻസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് 7-Eleven വാങ്ങിക്കാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ, കണ്ണാടി കൂടിനകത്ത് കുറെ പഫ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാർജേഴ്സ് മറന്നു പോയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്ററും ചാർജറും 7-Eleven വാങ്ങിക്കാം കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് 7-Eleven അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഇയർഫോൺസ് ഒക്കെ, ഇയർ ഹെഡ്സെറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അടുത്ത കാണിക്കാൻ പോകുന്നത് 7-Eleven വൺ മേജർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് ലേഡീസ് ആരും ഇത് മിസ് ചെയ്യണ്ട. കാരണം 7-Eleven നമുക്ക് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, വളരെ ചീപ്പായി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ട്രിപ്പിന് വരുന്ന സമയത്ത് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എല്ലാത്തിൻ്റെയും ചെറിയ സാഷേസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് സൺസ്ക്രീം ആണെങ്കിലും, മോയ്സ്ചറൈസർ ആണെങ്കിലും, ലിപ്സ്റ്റിക് ആണെങ്കിലും, ലിപ് ഗ്ലോസ് ആണെങ്കിലും, വേറെ ഫൗണ്ടേഷൻ ആണെങ്കിലും, എന്താ ബ്ലഷ് ആണെങ്കിലും, എല്ലാത്തിൻ്റെയും ചെറിയ കോമ്പാക്ട് പാക്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ വരുമ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ടുവന്നില്ലെങ്കിലും കാര്യമില്ല. ഞാൻ എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസിന്റെ വരെ ചെറിയ ഇതേപോലത്തെ സാഷീസ് നമുക്ക് കിട്ടും. കണ്ടോ, ഈ ഇരിക്കുന്ന സാഷീസിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് അറൌണ്ട് 25 to 35 Thai baht ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ഇതിന്റെ എല്ലാം ഈ ഇരിക്കുന്ന എല്ലാം നിവിയയുടെ സൺസ്ക്രീൻസിന്റെ പല വേരിയൻസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ലോറിയലിന്റെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഇത് ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ഐബ്രോ പെൻസിലൊക്കെയാണ്. അതിൻ്റെയൊക്കെ പ്രൈസ് 99 Thai baht ആണ്. പക്ഷെ അത് വലുതാണ്, അതായത് ചെറിയ കോമ്പാക്ട് പാക്ക് അല്ല, നോർമൽ സ്റ്റിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ലിപ് പ്ലം, ഇതെല്ലാം തായ് പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാം. ആൻഡ് ഇതൊക്കെ ലിപ് ഗ്ലോസ് പോലത്തെ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ പ്രൈസ് 150 Thai baht ആണ്. കാരണം അത് കോമ്പാക്ട് പാക്ക് അല്ല, ഒരു പക്ക നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സൈസിലുള്ള പാക്കാണ്. അതുകൊണ്ടാണ് അതിന് 150 Thai baht വരുന്നത്. പിന്നെ അതേപോലെ ഇതെന്താ, ഇത് ബ്ലഷ് ആണ്. അതിൻ്റെ കൂടെ കുഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന പ്രൊഡക്ട്സ് ആണ്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ താഴെ ഇരിക്കുന്നതൊക്കെ കണ്ടോ, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. അതിപ്പോൾ നിങ്ങൾ ഇനി ലിപ്സ്റ്റിക് കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. പല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, മിനി കോമ്പാക്ട് പാക്സ് ആയിട്ട്. അതിൻ്റെയൊക്കെ പ്രൈസ് 49 Thai baht ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഈ ഒരു 7-Eleven ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.
പിന്നെ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോക്കനട്ടിന്റെ ലിപ് മോയ്സ്ചറൈസറും ഉണ്ട്. അതായത് ഇത് എനിക്കൊന്ന് ഫ്രോസൺ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആയിരിക്കും, മേ ബി, ഐ ഡോണ്ട് നോ. പിന്നെ അതേപോലെ ഡിയോഡ്രൻസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന ട്രിപ്പ് വരുന്ന സമയത്ത് മുടി കളർ ചെയ്യാൻ മറന്നു അല്ലെങ്കിൽ മുടി ഡൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്ട്സും 7-Eleven ചെറിയ സാഷീസ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇരിക്കുന്നതൊക്കെയാണ്. പിന്നെ അത് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ചെറുതിന് 130 തായ്പാട്ടേ ഉള്ളൂ. പിന്നെ ഈ ബ്ലൂ കളർ വെള്ളമില്ലേ, ഇത് ജെൻസിന്റെ ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ്. അത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്, നല്ലതാണ് കേട്ടോ. ഇവിടെ അബി അത് യൂസ് ചെയ്യാറുണ്ട്. സോ ജെൻസിന് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിക്കാം. 89 തായ്പാട്ടേ ഉള്ളൂ. പിന്നെന്താ, അതേപോലെ ഷാംപൂസിന്റെ ഒക്കെ ചെറിയ ചെറിയ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. അത് യൂഷ്വലി നിങ്ങൾക്ക് ആവശ്യം വരത്തില്ലായിരിക്കും, കാരണം നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിലൊക്കെ ഷാംപൂ കണ്ടീഷണറൊക്കെ കാണുമല്ലോ. പിന്നെ അത് സേഫ്റ്റി പിൻ വേണമെങ്കിൽ അതും ഉണ്ട്. 15 തായ്പാടിന് ഇത്രയും സേഫ്റ്റി പിൻ ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത സാധനം ഇല്ല കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് 7-Eleven ഷോപ്സിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇത് ഒന്ന് രണ്ട് ഹെയർ പ്രൊഡക്ട്സ് കൂടെ കാണിക്കാം. ഇത് കണ്ടോ, ഹെയർ ട്രീറ്റ്മെന്റ് ഫോർ ഡ്രൈ ആൻഡ് ഡാമേജ് ഹെയർ. ഇതെല്ലാം മാസ്ക് പോലത്തെ സംഭവമാണ്. പിന്നെ അതേപോലെ ഇത് കെരാറ്റിൻ ട്രീറ്റ്മെന്റിന് ആയിട്ടുള്ള ഒരു സാഷയാണ്. ഇതിന്റെയൊക്കെ പ്രൈസ് ഭയങ്കര ചീപ്പാട്ടോ, ലെസ് ദാൻ 20 തായ്പാട്ടേ ഉള്ളൂ. പിന്നെ അതേപോലെ പാൻറ്റീൻ്റെ കൊളാജൻ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ചെറിയ സാഷി വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനതൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ താഴെ ഹെയർ വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ ഇബിയോൺ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതേപോലെ ഇവിടെ തന്നെ ഡൗവിൻ്റെ കണ്ടോ ഹെയർ വിറ്റാമിൻ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയറിൽ യൂസ് ചെയ്യാം. ഞാനിതും യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ടും അറിയിക്കാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഈവൻ അത്യാവശ്യത്തിനുള്ള ചെറിയ മെഡിസിൻസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈനോ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഈ അപ്പുറത്തിരിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരസെറ്റമോളിന് ഇക്വലന്റ് ആയിട്ടുള്ള, അതായത് പെയിൻ കില്ലേഴ്സ് ആണ്. പിന്നെ ഈ ഇരിക്കുന്നുണ്ടോ, ഇത് മറ്റേ തായ്ലൻഡിലെ ബാമിന്റെ ഇൻഹേലേഴ്സ് ആണ്. അതിവിടെ ഭയങ്കര കോമൺ ആണ് കേട്ടോ. ആൾക്കാർ മൂക്കിനകത്ത് കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് വേണമെങ്കിലും 7-Eleven നിങ്ങൾക്ക് വാങ്ങിക്കാം. അടുത്തത് പിന്നെയും കൊളാജന്റെ കുറെ സപ്ലിമെന്റ്സ് ഈ ഒരു സെക്ഷനിലും ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഗമ്മീസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ. ഇവർ ഈ കൊളാജൻ സപ്ലിമെന്റ്സ് ഒരുപാട് കൺസ്യൂം ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കൊളാജൻ പ്രൊഡക്ട്സ്, ബാംസ്, പിന്നെ അത്യാവശ്യത്തിന് വേണ്ട മെഡിസിൻസ്, പിന്നെ ഈ കോണ്ടം പോലത്തെ സാധനങ്ങൾ, അതൊക്കെ എല്ലാ 7-Eleven ഷോപ്സിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിൽ സോപ്പ്, ഡിറ്റർജന്റ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഈ ഇരിക്കുന്നുണ്ട്, ഇത് തായ് ഹെർബൽ സോപ്പാണ്. അതായത് ഇപ്പം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ടാമറിൻ്റെ ഇല്ലേ, പുളിയുടെ ഫ്ലേവറിലുള്ള ഹെർബൽ സോപ്പാണ്. പിന്നെ അതേപോലെ മഞ്ഞളില്ലേ, മഞ്ഞളിൻ്റെ ടേമറിക് ഫ്ലേവറിലുള്ള സോപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുക, തായ് ഹെർബൽ സോപ്സ് ഒക്കെ 7-Eleven അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതേണ്ട ദ മോസ്റ്റ് പോപ്പുലർ തായ് ബാം. അപ്പോൾ ഇത് നിങ്ങൾ വന്നിട്ട് പോകുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സോവിനിയർ ആണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് 7-Eleven വാങ്ങിക്കാം. പ്രൈസ് 40 സംതിങ് തായ് ബാട്ട് ആണ്. ഇത് ബേസിക്കലി മെന്തോൾ ബേസ്ഡ് ബാം ആണ്, ഹെർബൽ ബാം. പക്ഷേ അത് ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. പിന്നെ 7-Eleven ഇതേപോലത്തെ ഒരു മിനി കഫേസും കാണും കേട്ടോ. അതായത് ഈ കണ്ട ഡ്രിങ്ക്സ് ഒന്നും അല്ലാതെ നിങ്ങൾക്ക് ഇനി ഐസ് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ കോഫി, അല്ലെങ്കിൽ ഗ്രീൻ ടീ, മാച്ച ടീ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അതിന്റെ പ്രൈസ് ആണ് ഈ ഒരു ബോർഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ ആൽക്കഹോൾസ് ഒക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പല ബ്രാൻഡ്സിലുള്ള ആൽക്കഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മേജർ സെക്ഷൻസ് ഒക്കെ കാണിച്ചു. ഇതൊന്നും അല്ലാതെ എല്ലായിടത്തും ഉള്ള പോലെ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, പിന്നെ കപ്പ് നൂഡിൽസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രൊഡക്ട്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അപ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് 7-Eleven ഉറപ്പായിട്ടും കയറുക. അത്യാവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും റോഡെല്ലാം നനഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഒരു നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. ഞാൻ അകത്തായതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് മഴയൊക്കെ കാണും. സോ ബി പ്രിപ്പയർഡ്. അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും കാണത്തില്ല. ജസ്റ്റ് കുടയൊക്കെ കൂടെ കൊണ്ടുവരാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ 7-Eleven ഷോപ്സിൽ ഈവൻ റെയിൻ കോട്ടും വാങ്ങാൻ കിട്ടും കേട്ടോ. അതായത് ഈ ബില്ലിംഗ് കൗണ്ടേഴ്സിൽ അവർ റെയിൻ കോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തതിൽ വന്നിട്ടില്ല. അപ്പോൾ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് ഈ ഒരു 7-Eleven ഷോപ്പിൻ്റെ ഒറിജിൻ US എന്നാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ഷോപ്പിൻ്റെ പേര് 7-Eleven എന്നല്ലായിരുന്നു, ടോട്ടേ എന്നായിരുന്നു കേട്ടോ. പിന്നെ ആഫ്റ്റർ സം ഇയേഴ്സ് ആണ് അവർ അതിനെ റീനെയിം ചെയ്തിട്ട് 7-Eleven എന്നാക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള കാരണം 7 AM to 11 PM വർക്ക് ചെയ്യുന്ന ഒരു ഗ്രോസറി ഷോപ്പ്, ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ 7-Eleven ഈ ഒരു കടയ്ക്ക് പേരിട്ട കേട്ടോ. പിന്നെ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഭയങ്കര ഫേമസ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ പല വേറെ കൺട്രീസിലൊക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിലും ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു 7-Eleven ഷോപ്സിൻ്റെ മേജർ ഷെയർ ഉള്ളത് ജപ്പാനിലാണ് കേട്ടോ, US ജപ്പാനിലാണ്. ആൻഡ് ജപ്പാൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ലാർജസ്റ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ തായ്ലൻഡാണ്. ഇപ്പോഴും US ഇവർക്ക് ഷോപ്സ് ഉണ്ട്, പക്ഷേങ്കിലും മാർക്കറ്റ് ഷെയർ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ.
ആൻഡ് ഇപ്പോൾ തായ്ലൻഡിൽ ഈവൻ 24 hours വർക്ക് ചെയ്യുന്ന 7-Eleven ഷോപ്സ് വരെ ഉണ്ട് കേട്ടോ. അതായത് ഈ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലുള്ള 7-Eleven ഷോപ്സ് ഒക്കെ 24 hours വർക്കിംഗ് ആണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കട കൂടെ പരിചയപ്പെടുത്തി തരാം. അതായത് ഈ കടയുടെ പേര് ലോസൺ എന്നാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 7-Elevenന്റെ കോമ്പറ്റീറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതായത് തായ്ലൻഡിൽ പല സ്ഥലത്തും നിങ്ങൾക്ക് ഈ ലോസൺ ഷോപ്പ് കാണാം. ആൻഡ് 7-Elevenലെ പോലെ തന്നെ പല വെറൈറ്റി പ്രൊഡക്ട്സ് ഉള്ള വേറൊരു ഷോപ്പാണത്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ലോസൺ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.